ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കൂന്തൽ ഫ്രൈ ആട്ടോ. ചെറിയ കൂന്തൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ഉണ്ടാക്കാൻ പോണത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ കൂന്തലൊക്കെ ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിക്കണേ നമ്മൾ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 സ്പൂണ് മുളകും പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ വലിയ ജീരകം എടുക്കണേ അതിൻ്റെ ഒരു 1/4 ഭാഗം ചെറിയ ജീരകം പൊടിച്ചത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് 1 സ്പൂണ് കുരുമുളകും പൊടി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ 2 തണ്ട് കറിവേപ്പില നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കറിവേപ്പില ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്ത ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ആ കൂന്തളിലൊക്കെ ഉള്ള മസാലയൊക്കെ ചെയ്യുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിക്കണേ. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ആ വെളിച്ചെണ്ണ എല്ലായിടത്തും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നല്ലോണം ചൂടായി വരുന്ന സമയത്ത് തീ പറ്റൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ കായം പുരട്ടി വെച്ചില്ലേ കൂന്തൾ, അത് ഫുള്ളായിട്ട് നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് തീ പറ്റ കുറച്ചിട്ട് എന്തിനാണെന്ന് വെച്ചാൽ കൂന്തൽ നല്ലോണം ഒന്ന് വെന്തും അതേപോലെ സോഫ്റ്റായി കിട്ടും വേണം. ഇത് നല്ല സ്പീഡിലാണ് നമ്മൾ കൂന്തൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ കൂന്തൽ പെട്ടെന്ന് പുറം ഭാഗം ഒന്ന് കുക്കായി കിട്ടും, ഉള്ളുഭാഗം ഒന്ന് വെന്ത് കിട്ടൂല. അപ്പോൾ നമുക്ക് ചെറിയ തീ തന്നെ ഒന്ന് വേവിക്കാം. അപ്പോൾ കൂന്തലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യം ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം, നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമ്മൾ ഇതേപോലെ മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചു. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ കൂന്തൽ അതേപോലെ ചെമ്മീനൊക്കെ വേവിക്കുക, ചെറിയ തീയിൽ വേവിക്കുകയാണെങ്കിൽ അതിന് ഇതുപോലെ വെള്ളം ഇറങ്ങും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വേണ്ട. ഇനി നമുക്ക് 2 മിനിറ്റ് നല്ല തീയൊന്ന് സ്പീഡ് കൂട്ടുക. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിക്കണേ. ഈ സമയത്ത് നമുക്ക് 2 സവോള നല്ലോണം കനം കുറച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര വലുപ്പം 2 സവോള ഞാൻ എടുത്തിക്കണത്, നിങ്ങൾ എത്ര കൂന്തൽ എടുക്കണത് അതിനനുസരിച്ച് സവോള കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കൂന്തളും ചെമ്മീലൊക്കെ കിടക്കണ പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സവോള നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൂന്തൾക്ക് ആവാനും വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം സവോളയൊക്കെ പെട്ടെന്ന് വയന്ന് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് എന്താ കേട്ടോ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് കാണൊന്ന് വേവിക്കുക. ഇപ്പോൾ തീ കുറക്കൊന്നും വേണം, തീ നല്ല സ്പീഡിൽ തന്നെ കിടന്നോട്ടെ. ഇനി 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ സവോളയൊക്കെ നല്ലോണം വെന്തിക്കണേ. ഈ സമയത്തൊക്കെ ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഒരു നല്ലോണം കുറച്ചുകൂടി ചെറിയൊരു വലിയ തക്കാളി, നമുക്ക് നല്ല പഴുത്ത തക്കാളിയൊക്കെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട്, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അതിലേക്ക് ചേർന്നോളും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ തക്കാളി ഉള്ളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ നല്ലോണം കൂന്തളിലേക്ക് ഒന്ന് എഴുകി ചേർന്നിക്കണം കേട്ടോ. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് 2 കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഇളക്കി കൊടുത്താൽ നമ്മൾ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിക്കണേ. വളരെ ടേസ്റ്റാണ് കഴിക്കാൻ, വളരെ സിമ്പിൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്താണോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.